സോൻമർഗിലെ മഞ്ഞിലൂടെയുള്ള കുതിര സഫാരിയും കശ്മീർ വന്നിട്ട് ആദ്യത്തെ സ്നോഫോൾ കിട്ടിയ സന്തോഷവും പരസ്പരം അറിയാതെ ഒരുമിച്ചെത്തി ഒരു കുടുംബം പോലെയായ ഗ്രൂപ്പിൽ 27 പേരുടെ കൂടെയുള്ള ആദ്യത്തെ യാത്ര. വെൽക്കം ടു ട്രെയിൽ ഹണ്ട്. രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ എല്ലാവരും റെഡിയായി. കറക്റ്റ് ടൈമിൽ തന്നെ വണ്ടി വന്നു. ഇതാണ് നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി. ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട് സോൻമർഗിലോട്ട്. പോകുന്ന വഴി കണ്ണിന് കുളിരേകുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. എത്ര കണ്ടാലും മതിയാവാത്ത മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഏറ്റവും കൂടുതൽ സ്നോഫോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് സോൻമർഗ്. അങ്ങനെ പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പേ ആദ്യത്തെ സ്നോഫോൾ കിട്ടി. കണ്ടതും ഞങ്ങൾ 27 പേരും ചാടി ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി സ്നോ കണ്ട സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു. വെൽക്കം ടു സോൻമർഗ്. അങ്ങനെ ആദ്യത്തെ യാത്രയിൽ തന്നെ സ്നോഫോൾ കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ഇനി നമുക്ക് നേരെ സോൻമർഗിലെ കാഴ്ചകൾ കാണാം. ഇവിടെ എത്തിയപ്പോഴേക്കും സ്നോഫോൾ കുറച്ചുകൂടെ കൂടുതലായി. സോൻമർഗിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തജുവാസ് ഗ്ലേസിയർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള കുതിര സഫാരിയാണ്. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അവർ നല്ല റേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ബാർഗെയിൻ ചെയ്താലേ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുള്ളൂ. ഞങ്ങൾ വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ബാർഗെയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളിൽ കുറച്ച് പേര് മാത്രമാണ് കുതിര എടുത്തത്. ബാക്കി എല്ലാവരും നടന്നാണ് വരുന്നത്. പതുക്കെയാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയും അത്ര മോശമായിട്ടുള്ള വഴികളല്ല. പേടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വീഴ് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു. ആകെ ഒരു പ്രശ്നം, ചളി തെറിക്കുന്നുണ്ടായിരുന്നു കാലിലോട്ട്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചെവിയും മൂക്കെല്ലാം കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. 1 മണിക്കൂറോളം നമുക്ക് കുതിരയിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്നോഫോൾ കൂടിക്കൊണ്ടേയിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ മുമ്പോട്ടേക്ക് പോകുന്നോളം ഒരുപാട് എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കശ്മീർ. അത് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തായാലും മനസ്സിലാക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇത്രയും കാലം വരാൻ വൈകി എന്നുള്ളത് മാത്രമേ നമ്മളപ്പോൾ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ അബ്ദുക്കെ എത്തി നമ്മളെല്ലാവരെയും ഒന്ന് ഉഷാറാക്കി നമ്മൾ ഇനിയും മുമ്പോട്ടേക്ക് പോവാണ്. ഇത് എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നറിയോ? വീഡിയോയിലൂടെ കണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ഇടുന്നതും വേറെ ഒന്നിനുമല്ല. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് കശ്മീർ വരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ശരിക്കും ഭൂമിയിലെ സ്വർഗം തന്നെയാണ് കശ്മീർ. ഒരിക്കലെങ്കിലും എല്ലാവർക്കും വന്ന് ഈ സ്ഥലം കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. നമ്മുടെ കുതിരേനെയൊക്കെ നമ്മളവിടെ പാർക്ക് ചെയ്തു. കുതിര മാറിപ്പോകുന്നുള്ള പേടി വേണ്ട. നമുക്ക് അവരെ ഓർമ്മയില്ലെങ്കിലും കുതിരക്കാരന് നമ്മൾ ഓർമ്മയുണ്ട്. ഇവിടെ എത്തിയിട്ട് ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. മനസ്സ് നിറയെ സന്തോഷം മാത്രമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ഈ കശ്മീർ യാത്ര. ഈ യാത്ര ഒന്നുകൂടെ മനോഹരമാവാൻ കാരണം മലയാളി യാത്രകൾ എന്ന് പറഞ്ഞ ടീം തന്നെയാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കാശ്മീരാണ് ഉള്ളത്. ഇവിടെ കുതിര സവാരി നടന്ന് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ആയിരുന്നു. 2 പ്രാവശ്യം ഞാൻ കുതിരയുടെ പുറത്തുനിന്ന് വീഴേണ്ടതായിരുന്നു. കുതിര എന്നെ താങ്ങി പിടിച്ച് നിർത്തി. ഇതെൻ്റെ ആദ്യത്തെ ഗ്രൂപ്പ് ട്രിപ്പാണ്. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് ഈ ട്രിപ്പ് എടുത്തതിൽ. ഇതാണ് കവ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ നമ്മൾ ചായ കാപ്പി കുടിക്കുന്ന പോലെ തന്നെയാണ് ഇവരിവിടെ ഈ കവ കുടിക്കുന്നത്. ലഞ്ച് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് മാഗിയാണ് കഴിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും ഇവിടെ കിട്ടില്ല. ഈ തണുപ്പത്ത് ചൂടോടെ നമ്മൾ മാഗി കഴിക്കുകയാണ്. ചുറ്റും മഞ്ഞ് വീഴുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ഈ മരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ? മഞ്ഞിങ്ങനെ ആ മരത്തിൽ വന്ന് വീഴുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കശ്മീർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് സോനമർഗ്. ഇവിടുന്ന് നിങ്ങൾക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടും. അതെടുത്ത് തരാൻ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. അവർ നമുക്ക് നല്ല വീഡിയോസ് എടുത്തു തരും. അതെന്നും ഒരു ഓർമ്മ തന്നെയായിരിക്കും. നമുക്കിപ്പോൾ തിരിച്ചു പോകാൻ സമയമായി. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എങ്ങനെയല്ലേ തിരിച്ചു പോകാനായിട്ട് തോന്നുക? അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. കാരണം സ്നോഫോൾ കൂടുതലായാൽ നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എൻ്റെ കുതിരേനെ എനിക്ക് തിരിച്ചു കിട്ടി. ഇനി നമ്മൾ നേരെ താഴോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോസൊക്കെ എടുത്തു തന്നത് അബ്ദുക്കയാണ് കേട്ടോ. അബ്ദുക്ക നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കും. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം മലയാളി യാത്രകളിലെ അമലും. ഇവിടെ നമ്മൾ ഏതൊരു ഭാഗത്തോട്ട് നോക്കിയാലും ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂ ആണ്.
സോൻമർഗിലെ കുതിര സഫാരി അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒട്ടും ടയേർഡ് ആവില്ല, അതുപോലെ ദൂരവും അറിയില്ല. കാരണം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഒരു സൈഡ് നിങ്ങൾ നടന്ന് തിരിച്ച് കുതിരയിൽ വരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കുതിരയിൽ പോയവർക്ക് മാത്രമേ തിരിച്ചും കുതിരയിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ. നല്ല തണുപ്പത്ത് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് വേണം ഏതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ. പിന്നെ കയ്യിൽ എന്തെങ്കിലും സ്നാക്സ് എടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് മാഗി മാത്രമേ കിട്ടുള്ളൂ. തണുപ്പാവുമ്പം എനിക്ക് പൊതുവെ വിശപ്പ് കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും കയ്യിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ മാക്സിമം കയ്യിൽ പൈസയായിട്ട് കരുതാൻ നോക്കുക. കാരണം ഇതിൻ്റെ മുകളിലൊന്നും നമുക്ക് ഗൂഗിൾ പേ ഒന്നും കിട്ടില്ല. പിന്നെ കുതിരയ്ക്ക് കൊടുക്കാനുള്ള പൈസയും അതും ഞങ്ങൾ ക്യാഷായിട്ട് തന്നെയാണ് കയ്യിൽ വെച്ചത്. അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്താനായി. ഇനിയും കൂടുതൽ ദൂരം വേണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. നിങ്ങൾ സോനമർഗ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കുതിര സവാരി തന്നെ എടുക്കണം. ആദ്യമായിട്ട് വരുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു വട്ടം കുതിര സവാരി വന്ന് എക്സ്പീരിയൻസ് ചെയ്തവരാണെങ്കിൽ അടുത്ത വട്ടം നിങ്ങൾക്ക് നടന്നു പോവാം. പക്ഷേ ഇതെന്തായാലും ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അത്യാവശ്യം ചെളി നമ്മുടെ കാലിലൊക്കെ തെറിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബൂട്ടൊക്കെ റെൻറ്റിന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറിയൊരു റെൻറ്റ് മാത്രമാണ് ബൂട്ടിന് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതെടുക്കാം. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. സോൻമർഗിലെ കാഴ്ചകളെല്ലാം കണ്ട് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ മടങ്ങുന്നത്. ആദ്യത്തെ ദിവസം തന്നെ സോൻമർഗിൽ വരാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ പോകുമ്പോൾ ഇത്രയും സ്നോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ക്ലൈമറ്റൊന്നും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തിരിച്ചു പോവാം. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും എത്തി. നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഒത്തിരി ഓർമ്മകളോടെ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും സോൻമർഗിനോട് വിട പറയുവാണ്. എല്ലാവർക്കും ഈ സ്ഥലം കാണാൻ പറ്റട്ടെ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.